സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം. കൊല്ലം സ്വദേശി ബി അജിത് കുമാറിന്റെ കരൾ, വൃക്ക, നേത്രപടലങ്ങൾ എന്നീ അവയവങ്ങൾ ദാനം ചെയ്യുന്നു. റോഡ് മാർഗമാണ് തിരുവനന്തപുരത്തേക്ക് അവയവങ്ങൾ എത്തിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് അജിത് കുമാറിന് മസ്തിഷ്ക മരണം സംഭവിച്ചത്. ദേവൻ MP ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ദേവൻ, കൂടുതൽ വിശദാംശങ്ങൾ നൽകാം. സംസ്ഥാനത്ത് വീണ്ടും ഒരു അവയവദാനം നടക്കുന്നു. കൊല്ലം സ്വദേശി കൂടിയായിട്ടുള്ള ബി അജിത് കുമാറിന്റെ അജിത് കുമാറിന്റെ അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. കൊല്ലം കോർപ്പറേഷനിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കുരീപ്പുഴ ഡിവിഷൻ കൗൺസിലറുമാണ് ഈ അജിത് കുമാർ. വൃക്കയും കരളും നേത്രപടലങ്ങളുമാണ് ദാനം ചെയ്യുന്നത്. ഞായറാഴ്ച രാവിലെ ഈ പക്ഷാഘാതം സംഭവിച്ചതിനെ തുടർന്ന് കൊല്ലം ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അജിത് കുമാറിനെ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് പുലർച്ചെ 1 മണിയോടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. പിന്നീട് ബന്ധുക്കൾ കൂടി അറിയിച്ചതിനെ തുടർന്നാണ് ഈ അവയവങ്ങൾ ദാനം ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമായത്. ഒരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും മറ്റൊന്ന് ട്രാവൻകൂർ മെഡിസിറ്റിയിലെ ഒരു രോഗിക്കുമായിട്ടാണ് ദാനം ചെയ്യുന്നത്. കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കുമാണ് എത്തിക്കുന്നത്. കൊല്ലത്ത് നിന്നും റോഡ് മാർഗമാണ് ഈ അവയവങ്ങൾ തിരുവനന്തപുരത്തെ ആശുപത്രികളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോഡ് മാർഗം അവയവദാനം നടക്കുന്നതിനാൽ അതിനു വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കണമെന്ന് ഇപ്പോൾ പോലീസും ഒപ്പം അതുപോലെ തന്നെ ആരോഗ്യ വിഭാഗവും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ക്രമീകരണങ്ങൾ ഇതിന് അനുബന്ധിച്ചുള്ള ക്രമീകരണം ഒരുക്കാൻ പോലീസിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ അല്പസമയത്തിനകം മണിക്കൂറുകൾക്കകം തന്നെ കൊല്ലത്ത് നിന്നും ഈ അവയവങ്ങളുമായുള്ള വാഹനം പുറപ്പെടുകയും അത് തിരുവനന്തപുരത്ത് എത്തിച്ചേരുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.